ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. കാന്ത പടം കണ്ടു. എ ഗുഡ് മൂവി വിത്ത് ലോട്ട് ഓഫ് എക്സലന്റ് പെർഫോമൻസ്. അതാണ് കാന്ത. ദുൽഖർ, ഭാഗ്യശ്രീ ബോസ്, സമുദ്രക്കനി, രാണ ദഗപതി, പിന്നെയും കുറെ ആക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരുടെ ഒരു മികച്ച പെർഫോമൻസ് ആയിട്ടുള്ള ഒരു ക്ലാസ് പടമായിട്ടാണ് കാന്ത എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് എല്ലാവർക്കും ഇതുപോലെ തന്നെ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമില്ല. കാരണം നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ പടം അല്ലെങ്കിൽ പ്യുവർ എന്റർടൈൻമെന്റ് പ്രതീക്ഷിച്ച് വരികയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശ വരുത്താം. ഇത് കുറച്ച് സ്ലോ മൂഡിൽ തുടങ്ങി കുറെ ഇന്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു 1950 കാലഘട്ടത്തിലാണ് കഥ നടക്കുന്നത്. സിനിമ ഓറിയന്റഡ് ആണ്. ഒരു ഫേമസ് ഡയറക്ടറും ഒരു നടനും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷും അവരുടെ ഒരു ഷൂട്ടിങ്ങിനിടയിൽ ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും സംഘർഷങ്ങളും ഒക്കെയാണ് പടത്തിന്റെ ഒരു ഇതിവൃത്തം. ഇതിലേക്ക് വരികയാണെങ്കിൽ സെൽവമണി സെൽവരാജാണ് ഇതിന്റെ ഡയറക്ടറും റൈറ്ററും ചെയ്തേക്കുന്നത്. നമ്മുടെ JX ബിജോയാണ് ഇതിന് BGM ചെയ്തേക്കുന്നത്. മ്യൂസിക് ചെയ്തേക്കുന്നത് ജാനു എന്ന് പറഞ്ഞ ആളാണ്. ഇതില് ഒരു ടെക്നിക്കൽ ബ്രില്യൻസും ആക്ടിങ് ബ്രില്യൻസും രണ്ടും കൂടി ഒരുമിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നല്ലൊരു ക്ലാസ്, നല്ലൊരു എന്താ പറയുക, ഒരു സ്റ്റോറി ഉള്ള പെർഫോമൻസ് ഉള്ള ഒരു പടം. അത് നല്ല രീതിയിൽ ഇത് വിജയിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഇതിൽ ഓരോരുത്തരുടെ പെർഫോമൻസ് എടുത്ത് പറയാൻ മാത്രമുണ്ട്. അതിൽ തന്നെ സമുദ്രക്കനി ഇതിൽ ഫേമസ് ആയിട്ടുള്ള ഡയറക്ടറാണ്. ലെജൻഡറി ഫിലിംസ് ചെയ്ത ഡയറക്ടറായിട്ടാണ് ഇതിൽ വരുന്നത്. അയ്യ എന്ന കഥാപാത്രം. ആൾക്ക് ഒരു ഫീമെയിൽ ഓറിയന്റഡ് പടം എടുക്കണം. പക്ഷെ അതിലേക്ക് ദുൽഖർ, ഇപ്പോഴത്തെ സ്റ്റാറുള്ള ദുൽഖർ വരുന്നു. ദുൽഖറിന്റെ കഥാപാത്രം വരുന്നു. അപ്പോ അവർക്ക് തമ്മിലുണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അവർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് മൂലം ആ ഷൂട്ടിംഗ് എങ്ങനെ പോകുന്നു, അതിനിടെ ഉണ്ടാവുന്ന പ്രതിസന്ധികൾ, ആ ഒരു കഥാപാത്രത്തിന് വരുന്ന ഈഗോ അല്ലെങ്കിൽ ജലസിയൊക്കെ ഉപരി ദേഷ്യം, സങ്കടം, ഇതൊക്കെ അത് സമുദ്രക്കനി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭാഗ്യശ്രീ ബോസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം വളരെ നല്ല രീതിയിൽ ഇംപ്രസീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഭാഗ്യശ്രീ. അത് അതിനനുസരിച്ചുള്ള ഇമോഷൻസ്, റൊമാൻറ്റിക് ഭാഗങ്ങളിലും സെന്റിമെന്റ്സ് ആണെങ്കിലും പല തരത്തിലുള്ള ഇമോഷൻസ് നല്ല രീതിയിൽ ഭാഗ്യശ്രീ ചെയ്തിട്ടുണ്ട്. അതിന് ക്രെഡിറ്റ് ഭാഗ്യശ്രീക്ക് മാത്രമല്ല ഡയറക്ടർക്കും അവകാശപ്പെട്ടതാണ്. പിന്നെ പറയാനാണെങ്കിൽ റാണയെ നമ്മൾ ഇതുവരെ കാണാത്തെന്ന് പറഞ്ഞാലുപരി കുറച്ച് വ്യത്യസ്തതയുള്ള, അതായത് മാസ്കുലിനിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്ന കഥാപാത്രം തന്നെ, ഒപ്പം അതിലൊരു കോമിക് നേച്ചറും കൂടി ആഡ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ആയിട്ടാണ് റാണ വരുന്നത്. സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ദുൽഖറിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ വിളിക്കാം. ചില ഇമോഷൻസ്, ചില ക്ലോസപ്പ് ഷോട്ടുകൾ, ഇവൻ പാട്ട് പാടുന്ന ഒരു സീനിൽ വരെ ക്ലോസപ്പ് ഷോട്ടുകൾ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ സ്പോയിലർ അല്ല, പല സീനുകളുണ്ട് ക്ലോസപ്പ് ഷോട്ടിൽ ഇങ്ങനെ എടുക്കണ പല സീനുകൾ. ആ സീനുകളിലൊക്കെ ആ ഇന്റൻസിറ്റി ചോർന്നു പോവാതെ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതും ഈ പണ്ടത്തെ കാലഘട്ടത്തിൽ കഥ നടക്കണമെന്ന് ആലോചിക്കണം. അപ്പൊ അന്നത്തെ ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഡയലോഗുകളൊക്കെ ഉണ്ട്. അത് ഓവറാക്കാതെ, അത് ഒരു പടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കൊളാവും. അതാവാതെ നല്ല മികച്ച രീതിയിൽ അച്ചടക്കത്തോടെ തന്നെ ദുൽഖർ നമുക്കിങ്ങനെ കൺവിൻസിങ് ആവുന്ന നാച്ചുറൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഭാഗ്യശ്രീ ആയിട്ടുള്ള ഇവർ രണ്ടുപേരും കോമ്പിനേഷൻ വരുമ്പോൾ രണ്ടുപേരും മത്സരിച്ച് അഭിനയിക്കണ പോലെയൊക്കെ ചില സീനുകൾ തോന്നി. സമുദ്രക്കനി ആയിട്ടുള്ള സീനുകൾ എല്ലാ സീനുകളിലും ഒരു ആക്ടിങ് ഫൈറ്റ് ഉണ്ടാവണ പോലത്തെ നല്ലൊരു ഇമ്പാക്ട് ആയിരുന്നത്. ആ ഇമ്പാക്റ്റിനെ ഒന്നും കൂടി എഫക്ട് കൂട്ടിയത് JX ബിജോയുടെ മ്യൂസിക്, നല്ല ആർട്ട് വർക്കും കോസ്റ്റ്യൂം ഒക്കെ വരുമ്പോൾ നല്ലൊരു മികച്ച അനുഭവമായിരുന്നു കാന്ത. അപ്പോ കാന്ത കാണാൻ പോകുമ്പോ നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ഒരു കൊമേഴ്ഷ്യൽ പടം എന്ന രീതിയിൽ നിങ്ങൾ ഇതിനെ സമീപിക്കാതെ നല്ലൊരു സ്റ്റോറി ഓറിയന്റഡ് ആയിട്ടുള്ള, നല്ല പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള, ടെക്നിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പടമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം നിരാശപ്പെടുത്തില്ല. പേഴ്സണലി എനിക്കിത് വർക്കൗട്ടായി. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും എന്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.